76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 10,000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഇത്തവണ ഡൽഹിയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയാണ് ഈ വർഷത്തെ മുഖ്യാതിഥി. 1950-ൽ ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യയുടെ ആദ്യ പ്രസിഡന്റ് സുകാർണോയായിരുന്നു മുഖ്യാതിഥി. സുവർണ ഭാരതം, പൈതൃകവും വികസനവും എന്നതാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന തീം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വികസനത്തിലേക്കുള്ള കുതിപ്പുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമായിരിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരേഡ് പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, എപ്പോഴാണ് പരിപാടികൾക്ക് തുടക്കമായത്? വിവരം. ഇപ്പോൾ ഗവർണർ പരേഡ് പരിശോധിച്ചതിന് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇന്നിപ്പോൾ ഈ പരേഡിന്റെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന് പരേഡ് കമാൻഡർ ആയിട്ടുള്ളത് ഇന്ത്യൻ ആർമിയിലെ മേജർ ജെ അജന്തറാണ്. 6ാം ബറ്റാലിയൻ ഗർവാർ റൈഫിൾസിന്റെ നിന്നുള്ള അംഗമാണ് അദ്ദേഹം. സെക്കൻഡ് ഇൻ കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് നൂർ അഹമ്മദ് ഷെയ്ഖാണ്. ഭാരതീയ കരസേന, ഭാരതീയ വ്യോമസേന, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസ്, സ്പെഷ്യൽ ആംഡ് പോലീസ്, കേരള ആംഡ് പോലീസ് 4ാം ബറ്റാലിയൻ, കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, തിരുവനന്തപുരം സിറ്റി പോലീസ്, കേരള പ്രിസൺ വകുപ്പ്, കേരള എക്സൈസ് വകുപ്പ്, കേരള വനം വകുപ്പ് തുടങ്ങിയ വിഭാഗങ്ങൾ ഈ പരേഡിന്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സായുധരല്ലാത്ത ഘടകങ്ങളും ഈ പരേഡിന്റെ ഭാഗമാകുന്നുണ്ട്. കേരള അഗ്നിരക്ഷാ സേന സൈനിക സ്കൂൾ, NCC സീനിയർ ഡിവിഷൻ, NCC സീനിയർ വിംഗ് പെൺകുട്ടികൾ, NCC സീനിയർ ഡിവിഷൻ എയർ സ്ക്വാഡ്രൺ, NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പെൺകുട്ടികളുടെ മറ്റൊരു വിഭാഗം, സ്കൗട്ട്സ്, ഭാരതീയ ഗൈഡ്സ് തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ഈ പരേഡിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. അശ്വാരൂഢ സേനയുണ്ട്. പങ്കെടുക്കുന്ന ബാൻഡുകൾ 3 ബാൻഡുകളാണ്. ഭാരതീയ കരസേനയുടെയും തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും കേരള ആംഡ് പോലീസ് ബറ്റാലിയന്റെയും ബാൻഡുകളും ഈ പരേഡിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. അശ്വതി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിന പരേഡ് ആണ് കാണുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ അല്പസമയം മുമ്പ് പരേഡ് പരിശോധിച്ചു. ഇപ്പോൾ വലതുവശത്ത് പ്രേക്ഷകർ കാണുന്നത് മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ മന്ത്രി വി അബ്ദുറഹ്മാൻ പരേഡ് പരിശോധിക്കുകയാണ്. ദേശീയ തലത്തിലുള്ള ആഘോഷം 10:30 ആരംഭിക്കും. ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്ത് നിന്നുമുള്ള തത്സമയ പരേഡിൽ പങ്കെടുക്കുന്ന എല്ലാ കണ്ടിജൻസും കോളം ഓഫ് റൂട്ട് എന്ന ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു.
തുടർന്ന് പരേഡ് കമാൻഡറുടെയും പരേഡ് സെക്കൻഡ് കമാൻഡറുടെയും നേതൃത്വത്തിൽ പരേഡ് വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് മാർച്ച് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നുവരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡർ ഭാരതീയ കരസേനയുടെ ഗർവാൾ റൈഫിൾ റെജിമെന്റ് 6ാം ബറ്റാലിയന്റെ മേജർ ജെ അജന്തറാണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഭാരതീയ വായുസേനയുടെ സദേൺ എയർ കമാൻഡ് യൂണിറ്റിലെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് നൂർ അഹമ്മദ് ഷെയ്ഖ് ആണ്. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കരസേനയുടെ ഗർവാൾ റൈഫിൾ റെജിമെന്റ് 6ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ നായിക് സുബേദാർ മാൻസിംഗ് നയിക്കുന്നു.